നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം മുരിക്കുംപറ്റയിൽ നിന്ന് അമ്പലപ്പാറ പോകുന്ന റൂട്ടിലാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഒരു 200 മീറ്റർ മാറിയിട്ടാണ് നമ്മളുടെ ഇപ്പോൾ ഈ കാണുന്ന വീടുള്ളത്. നിലവിൽ ഈ വീട്ടിലേക്ക് ഇപ്പോൾ ബൈക്ക് മാത്രമേ പോവുള്ളൂ. ഓട്ടോറിക്ഷ കഷ്ടി കിടന്നു പോകാവും, അത്രേ പറയാൻ പറ്റുള്ളൂ. തൊട്ടടുത്ത വീട്ടുകാർ ഒരു 2 അടി വീതിയിൽ ഒരു 10 മീറ്റർ നീളത്തിൽ വഴി കൊടുക്കുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് എല്ലാ വാഹനങ്ങളും വരുന്നതാണ് കേട്ടോ. ഭാവിയിൽ അത് ചോദിച്ചു നോക്കി നമുക്ക് ക്യാഷ് കൊടുത്താൽ ആ വഴി കിട്ടുന്നതാണ്. എങ്കിലും ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. ഈ വീട് 10 സെൻറ്റ് സ്ഥലത്താണ് നിലനിൽക്കുന്നത്. ഫുള്ള് വെട്ടുകല്ലുകൊണ്ട് കെട്ടിയ വീടാണ്. 1700 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുള്ള നല്ല സൂപ്പർ വീടാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതാ ഒരു കോമൺ ബാത്റൂം എടുത്തിട്ടുണ്ട്, സാധാ ക്ലോസറ്റൊക്കെ വെച്ച്. ഇതാ കുറച്ച് ആ വാഴ കാണുന്ന ഭാഗമാണ് ഇതിൻ്റെ അതിർത്തി കേട്ടോ. അവിടുന്ന് മുന്നിലൂടെ വരികയാണെങ്കിൽ മുറ്റമൊക്കെ അത്യാവശ്യം മുറ്റമൊക്കെ ഉണ്ട്. അവിടെ വാഷ് ചെയ്യാനുള്ള കല്ല് ടാപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് അതിർത്തി ഇതാ ഈ ഭാഗമാണ്. ഇതിലൊരു കിണറുണ്ട്, പക്ഷെ ഇപ്പോൾ അവർ ഇതാ ഈ കാണുന്നതാണ് ഇതിലെ കിണർ. യഥേഷ്ടം വെള്ളമുള്ള കിണറാട്ടോ. പക്ഷെ അവർ ആൾമറ കെട്ടി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും അങ്ങനെ നല്ല വെള്ളമാണ്, ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ്. വീട് നിൽക്കുന്നത് കിഴക്ക് ഭാഗം സ്പേസ് ചെയ്തിട്ടാണ് കേട്ടോ. അമ്പലപ്പാറ പഞ്ചായത്തിൽപ്പെട്ട ഏരിയയാണിത്. കയറിയ ഉടനെ ഇതാ അത്യാവശ്യം നല്ല ഒരു സിറ്റ് ഔട്ട്, നല്ല മരം കൊണ്ട് വർക്ക് ചെയ്ത വാതിൽ, ജനല ഒക്കെ അങ്ങനെയാണ്. അവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ ഒരു സിറ്റിംഗ് ഏരിയ, ഫുള്ള് LED ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോഫ സെറ്റ്, ദിവാൻ കോട്ടൊക്കെ ഇട്ട ഒരു ഏരിയ കഴിഞ്ഞാൽ അടുത്തൊരു ഡൈനിങ് ഏരിയയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഏരിയയാണ് ഡൈനിങ് ഏരിയ. അവിടെ തന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് അവിടെയാണ്. നേരെ പോകുന്നത് ഒരു ബെഡ്റൂം. ഇതിന് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമാണ് കേട്ടോ. ഡ്രസ്സ് അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ്. അത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂം. ഇതാ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ടൈൽസൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് തന്നെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്താണ് അടുക്കള നല്ല വലിപ്പമുള്ള അടുക്കള കേട്ടോ. അടുക്കള തന്നെ 2 ഭാഗമാക്കി ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഗ്രാനൈറ്റും ടൈൽസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതാണ്. ഗ്യാസ് അടുപ്പൊക്കെ ഉപയോഗിച്ച് കുക്കിംഗ് ചെയ്യാനുള്ളൊരു ഭാഗമാണിത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ വിറകടുപ്പ് ഉപയോഗിക്കാനുള്ള സെറ്റിങ്സ്, സിങ്ക്, അങ്ങനെയുള്ള രണ്ടാമത്തെ ഒരു സെക്ഷനാക്കിയിട്ട് ചെയ്തിട്ടുള്ള അടുക്കളയാണ് കേട്ടോ. അവിടെയും നല്ല ഷോക്കേസും അലമാരകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിൽ ഗ്രില്ലിംഗ് ആണ്, ഓപ്പൺ ഗ്രില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് വായുസഞ്ചാരം കിട്ടത്തക്ക രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വിറകടുപ്പ് ആലുവ അടുപ്പാട്ടോ, പുകയില്ലാത്ത അടുപ്പാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട് പണി കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ സിറ്റ് ഔട്ട്, അടുക്കള, വർക്ക് ഏരിയ, 4 ബാത്റൂം, കോണിപ്പടി, ഇവിടെ എല്ലാം ടൈൽസും ഗ്രാനൈറ്റും ചെയ്തതാണ്. ബാക്കി ഭാഗത്ത് ടൈൽസ് ഇടാൻ കുറച്ച് ബാക്കിയുണ്ട്. സീലിംഗ് ലൈറ്റൊക്കെ LED വർക്ക് ചെയ്തിട്ടുള്ള ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ ഡിസൈൻ ലൈറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള വീടാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. ആ നിലം കുറച്ച് ടൈൽസും കൂടി ഇട്ടാൽ ഇതിൽ വേറെ പണിയൊന്നുമില്ല. കോണിപ്പടിയൊക്കെ ഗ്രാനൈറ്റും ടൈൽസും മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൈവരി വെക്കാനുണ്ട്, കുറച്ച് പണിയും കൂടി ബാക്കിയുള്ളൂ. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കോമൺ ബാത്റൂം, പിന്നെ 3 ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും ഒരു ചെറിയൊരു ഹാളും അടങ്ങിയതാണ് മുകളിലത്തെ കാഴ്ച. ഇതാണ് മുകളിലത്തെ കാഴ്ച കേട്ടോ.
അവിടുന്ന് സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്ന ചെറിയൊരു ഹോള്, അതിൽ ഇതാ ഒരു ബെഡ്റൂം, അത് ഡ്രസ്സ് അലമാരയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. പക്ഷേ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ. ബെഡ്റൂമുകളിലും ഹാളും ഡൈനിങ് ഏരിയ മാത്രം ടൈൽസ് ഇടാനുള്ള ബാലൻസ് വർക്കുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ്. ആ ബെഡ്റൂമിൽ തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ കേട്ടോ. ഇതാണ് ഓപ്പൺ ടെറസ് മുകളിലുള്ള കാഴ്ച. അവിടെ അങ്ങനെ അത്യാവശ്യം താഴത്തെ സിറ്റ് ഔട്ട് പോലെ ഒരു ഏരിയ ഇവിടെയും മുകളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെയും ടൈൽസ് വർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് ആ രണ്ടാമത്തെ ബെഡ്റൂമിൽ വീണ്ടും അവിടുത്തെ ഒരു ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. മൊത്തം 4 ബെഡ്റൂം. അതിൻ്റെ എല്ലാറ്റിൻ്റെയും ഇടയിലാണ് ഈ കോമൺ ആയിട്ടുള്ളൊരു ഇത് കുളിമുറിയാണ് കേട്ടോ. അതിൽ ക്ലോസറ്റില്ല, കുളിമുറിയാണ്. ഇത് മുകളിലെ തന്നെ മൂന്നാമത്തെ ബെഡ്റൂം. അത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അതും ഡ്രസ്സ് അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല സീലിംഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് കേട്ടോ. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം അടങ്ങിയതാണ് ഈ ബെഡ്റൂം. അപ്പോൾ മുകളിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും 2 നോൺ അറ്റാച്ച്ഡുമാണ്. 1700 സ്ക്വയർ ഫീറ്റ് വീടും 10 സെൻറ്റ് സ്ഥലവും വെറും 30 ലക്ഷമാണ് ഇതിൻ്റെ ഓണറതിന് വില പറയുന്നത് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനിയും എന്തെങ്കിലും കുറച്ച് കൊടുക്കുന്നതാണ്. ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.